ഹായ് സുഹൃത്തുക്കളെ, ഇന്ന് ഞാനൊരു സിംഗിൾ ടക്ക് ബ്ലൗസ്, അതായത് ഒറ്റ ടക്കുള്ള ഒരു നോർമൽ ബ്ലൗസ് ശരീരത്തിൽ നിന്ന് അളവെടുത്തിട്ട് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് എന്ന് ഞാനിന്ന് നിങ്ങളെ കാണിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഈ ബ്ലൗസിന് ഒറ്റയ്ക്കൊരു ടക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒറ്റയ്ക്കൊരു ടക്ക് മാത്രമുള്ള ബ്ലൗസ് എങ്ങനെയാണ് വെട്ടുന്നത് എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങളെ ആദ്യം കാണിച്ചു തരാം. അതിനുശേഷം അടുത്ത വീഡിയോയിൽ തയ്ക്കുന്ന എങ്ങനെയാണെന്ന് കാണിക്കാം. ഒരു വീഡിയോയിൽ തന്നെ തയ്ക്കുന്നതും വെട്ടുന്നതും കാണിച്ചാൽ ഒത്തിരി വീഡിയോയ്ക്ക് ദൈർഘ്യം ഉണ്ടാവും എന്നുള്ളത് കൊണ്ട് ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ കട്ട് ചെയ്യുന്നത് മാത്രം കാണിച്ചു തരാനായിട്ട് ആഗ്രഹിക്കുകയാണ്. മറ്റൊരു വീഡിയോയിൽ തയ്ക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് മുന്നോടിയായിട്ട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഈ ചെയ്ത് കാണിക്കുന്ന കാര്യങ്ങൾ ഒരു നല്ല എക്സ്പെർട്ടായിട്ടുള്ള തയ്യൽക്കാർക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതല്ല. ഇത് സാധാരണ ഒരു മെഷീനിൽ അത്യാവശ്യം തയ്യലിനെ കുറിച്ച് ഒരു ABCD ഒക്കെ അറിയാവുന്ന, അല്ലെങ്കിൽ അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ തയ്ക്കാൻ അറിയുന്ന ആർക്ക് വേണമെങ്കിലും ഇതുപോലെ തയ്ച്ചെടുക്കാൻ തക്കവണ്ണം മനസ്സിലാകുന്ന വിധത്തിലാണ് ഞാനിത് പറഞ്ഞു തരുന്നത്. അത് നമ്മൾ ഒരു തയ്യൽ തുടക്കക്കാർക്കെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ തയ്യൽ പഠിക്കണം എന്ന് ആഗ്രഹമുള്ളവർക്ക്, ഒരു ബ്ലൗസ് തയ്ക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക്, അല്ലെങ്കിൽ അല്പസ്വല്പമൊക്കെ തയ്ക്കാൻ അറിയാമെന്നുള്ളവർക്കൊക്കെ പ്രയോജനകരമായി തീരട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ ഈ കട്ടിങ് വീഡിയോ വിശദമായിട്ട് പറയുന്നത്. ഇത് വിശദമായിട്ട് പറയുന്നത് കൊണ്ട് ഈ വീഡിയോയ്ക്ക് ഒരല്പം നീളം കൂടിപ്പോവും, അല്ലെങ്കിൽ അല്പം ടൈം കൂടുതലുണ്ടാവും. പക്ഷെ അതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് എല്ലാം നന്നായി തയ്ക്കാൻ അറിയാവുന്നവർക്ക് വേണ്ടി പറയുന്നതല്ല, തയ്ക്കാൻ അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയിട്ട്, അപ്പോൾ തന്നെ തയ്ക്കാൻ ആഗ്രഹമുള്ളവർക്ക് വേണ്ടിയിട്ട് പറയുന്നത് കൊണ്ട് ഇത് അല്പം ദൈർഘ്യമാകി പോകും. അപ്പോൾ അതുകൊണ്ട് തുടക്കക്കാർക്ക് വേണ്ടി, അല്പസ്വല്പമൊക്കെ തയ്ക്കാൻ അറിയാവുന്നവർക്ക് വേണ്ടി ചെയ്യുന്ന വീഡിയോയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ ചില കാര്യങ്ങൾ ആവർത്തിച്ച് പറയും. അത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. തയ്ക്കുന്ന ഒരാൾക്ക് മനസ്സിലാകാൻ അത്രയൊന്നും വിശദീകരിക്കേണ്ട കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഞാൻ മുന്നമേ തന്നെ അഡ്വാൻസ് ആയിട്ട് തന്നെ പറയുന്നതെന്ന് വെച്ചാൽ, അല്പം ദൈർഘ്യമായാലും നിങ്ങളത് കണ്ട് മനസ്സിലാക്കാമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഇറക്കം എന്ന് പറയുന്നത് 14.5 ഇഞ്ചാണ്. അപ്പോൾ 14.5 ഇഞ്ച് ഇറക്കം മാർക്ക് ചെയ്യുന്നതിന് മുമ്പ് ആദ്യം വെട്ടുന്നത് ബാക്കി പീസാണ്. അതായത് ഇങ്ങനെ 2 നിര തുണിയാണ്. ആ തുണി നമ്മളിങ്ങനെ കടയിൽ നിന്ന് കൊണ്ടുവരുന്ന രീതിയിൽ തന്നെ ഇട്ടിട്ട് നമ്മളിങ്ങനെ അടിയിലൊരു നേർരേഖ വരയ്ക്കുന്നു. അതിനാ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്പം നേരെ വരയ്ക്കേണ്ടതുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ഒരു 1/4 ഇഞ്ച് തയ്യൽത്തുമ്പ്, 1/4 ഇഞ്ച് പോയിന്റ് തയ്യൽത്തുമ്പും കൂടെ ഞാൻ വരയ്ക്കുന്നു. അപ്പോൾ 1/4 ഇഞ്ച് പോയിന്റ് തയ്യൽത്തുമ്പ് വരച്ചു. ആദ്യം ഒരു നേർരേഖ വരച്ചു. ഈ തുണിയുടെ മടക്കുവശം നമ്മൾ നിൽക്കുന്ന ഭാഗത്തേക്ക് തിരിച്ചാണ് ഇട്ടേക്കുന്നത്. തേരുവശം ഇവിടെയാണ് ഇട്ടേക്കുന്നത്. മടക്കിയ വശമാണ് നമ്മുടെ ഭാഗത്ത്. അപ്പോൾ ഇതിൻ്റെ ഇറക്കം 14.5 ഇഞ്ചാണ്. അപ്പോൾ 14.5 ഇഞ്ച് ഞാൻ ഇറക്കം മാർക്ക് ചെയ്തു. അപ്പോൾ 14.5 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് ഞാനതിങ്ങനെ നേരെ വരയ്ക്കുകയാണ്. അതിൻ്റെ മുകളിൽ ഒരു 1/4 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പും കൂടെ വരച്ചു. അപ്പോൾ ഇതിന് ശേഷം നമ്മളിനി മാർക്ക് ചെയ്യുന്നത് ഇതിൻ്റെ ഷോൾഡറാണ്. ഇതിൻ്റെ ഷോൾഡർ എന്ന് പറയുന്നത് 13 ഇഞ്ചാണ്. 13 ഇഞ്ച് ഷോൾഡറിൻ്റെ പകുതിയാണ് നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നത്. കാരണം ഇത് 2 ലെയറാണ്. അപ്പോൾ അതിൻ്റെ പകുതി നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നത് മതി. അപ്പോൾ ഷോൾഡർ 13 ഇഞ്ചാണ്. 13ൻ്റെ പകുതി 6.5 ഇഞ്ച്. അപ്പോൾ 6.5 ഇഞ്ച് ഷോൾഡർ ഞാൻ മാർക്ക് ചെയ്യുന്നു. ഇതിന് തയ്യൽ തുമ്പിൻ്റെ ആവശ്യമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തയ്യൽ തുമ്പ് ഉൾപ്പെടെയാണ് ശരീരത്തിൽ നിന്ന് അളവെടുത്തതാണ്. അപ്പോൾ അതുകൊണ്ട് തയ്യൽ തുമ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ 6.5 ഇഞ്ച് ഷോൾഡർ, 6.6 13 ഇഞ്ച് ഷോൾഡർ. ഇതിൻ്റെ കഴുത്തിൻ്റെ വീതി, അപ്പോൾ ഇനി നമ്മൾ മാർക്ക് ചെയ്യുന്ന കഴുത്തിൻ്റെ വീതിയാണ്. കഴുത്തിൻ്റെ വീതി എന്ന് പറയുന്നത് തയ്ച്ച് കഴിയുമ്പോൾ നമുക്ക് 5.5 ഇഞ്ച് വീതി കിട്ടണം. അതായത് 5.5 ഇഞ്ച് കഴുത്ത് വിടുന്നിരിക്കണം. അപ്പോൾ അതിന് നമുക്ക് 2.5 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ, വീതി 2.5 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ 1/4 ഇഞ്ച് നമ്മൾ തയ്യൽത്തുമ്പ് പോകും. അപ്പോൾ 2 സൈഡിലും 1/4 ഇഞ്ച് വീതം തയ്യൽത്തുമ്പ് പോകുമ്പോൾ 2, 2, 5 വരെ 5.5. അപ്പോൾ തയ്ച്ച് കഴിയുമ്പോൾ നമുക്ക് 5.5 ഇഞ്ച് വീതി കിട്ടും. അതുപോലെ ഇതിൻ്റെ കഴുത്തിൻ്റെ ഇറക്കം എന്ന് പറയുന്നത് 5.5 ഇഞ്ചാണ്. അതായത് വീതിയുടെ അത്രയും തന്നെ ഇറക്കമുണ്ട്.
അപ്പോൾ ആ 5.5 ഇഞ്ച് ഞാൻ 1/4 ഇഞ്ച് കുറച്ച്, അതായത് തച്ച് കഴിയുമ്പോൾ 5.5 ഇഞ്ച് കിട്ടണം. അതുകൊണ്ട് 1/4 ഇഞ്ച് കുറച്ച് 5.25 ഇഞ്ചിൽ മാർക്ക് ചെയ്യുകയാണ്. അപ്പോൾ 5.25 ഇഞ്ചിൽ ഞാൻ കഴുത്തിൻ്റെ ഇറക്കം മാർക്ക് ചെയ്തു. 6.5 ഇഞ്ച് ഷോൾഡർ മാർക്ക് ചെയ്തു. ആ ഷോൾഡർ മാർക്ക് ചെയ്ത് ഞാനത് നേരെ കൈക്കുഴി മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് താഴേക്ക് വരയ്ക്കുകയാണ്. ആ താഴേക്ക് വരയ്ക്കുന്ന ഈ ലൈനിലാണ് നമ്മൾ കൈക്കുഴി മാർക്ക് ചെയ്യുന്നത്. ഈ ലൈനിലാണ് കൈക്കുഴി മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ 2.5 ഇഞ്ച് നമ്മൾ കഴുത്തിൻ്റെ വീതിക്ക് വേണ്ടിയിട്ട് 2.5 ഇഞ്ച് മാർക്ക് ചെയ്തു. അപ്പോൾ ആ 2.5 ഇഞ്ചിന് ഞാൻ മറിക്കുവാണ്. അപ്പോൾ 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് എക്സ്ട്രാ വരും കേട്ടോ. തയ്ച്ച് വരുമ്പോൾ 1/4 ഇഞ്ച് തയ്യൽ തുമ്പോടെ കൂടി വരും. അപ്പോൾ 2.25 2.25 5.5 ഇഞ്ച് കഴുത്തിന് തയ്ച്ച് കഴിയുമ്പോൾ വീതി കിട്ടും. അപ്പോൾ ഇനി ഞാനിത് മാർക്ക് ചെയ്യുന്നത് ഇതിൻ്റെ കൈക്കുഴിയാണ്. അപ്പോൾ ഇതിൻ്റെ കൈക്കുഴി മാർക്ക് ചെയ്യാനുള്ള ഫോർമുല എന്ന് പറയുന്നത്, അതായത് ചെസ്റ്റ് വണ്ണത്തിൻ്റെ 1/6 എത്രയാണോ അതാണ് നമ്മൾ കൈക്കുഴി മാർക്ക് ചെയ്യുന്നത്. ചെസ്റ്റ് വണ്ണത്തിൻ്റെ 1/6. ഇതിൻ്റെ ചെസ്റ്റ് വണ്ണം എന്ന് പറയുന്നത് 35.5 ഇഞ്ചാണ്. അപ്പോൾ 35 ഇഞ്ച് എന്ന് പറയുമ്പോൾ അതിൻ്റെ 1/6 എന്ന് പറയുമ്പോൾ 5.25 പോയിൻറ്റും 5.25 പോയിൻറ്റുമാണ് ഇതിൻ്റെ കൈക്കുഴി മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ തയ്യൽ തുമ്പ് കഴിച്ചിട്ടാണ് കേട്ടോ. തയ്യൽ തുമ്പ് കഴിച്ചിട്ട് 5.25 പോയിൻറ്റ് ഞാനിതിൻ്റെ കൈക്കുഴി മാർക്ക് ചെയ്യുകയാണ്. എന്നിട്ട് ഞാനതിങ്ങനെ ഒന്ന് നേരെ വരച്ചു. ഈ ലൈനാണ്, ഇപ്പോൾ ഈ വരച്ച ലൈനാണ് ചെസ്റ്റ് ലൈൻ, ചെസ്റ്റ് മാർക്ക് ചെയ്യാനുള്ള ലൈൻ. അപ്പോൾ നമ്മൾ കൈക്കുഴി വരച്ചു. കൈക്കുഴി എത്രയാണ് ഇറക്കേണ്ടതെന്നുള്ളതിൻ്റെ ഒരു തിയറി ഞാൻ പറഞ്ഞു. അത് ചെസ്റ്റ് വണ്ണത്തിൻ്റെ 1/6. ഒരു പ്രാവശ്യം കൂടി പറയാം. ചെസ്റ്റ് വണ്ണത്തിൻ്റെ 1/6 കൈക്കുഴിയുടെ ഇറക്കം. അല്ലെങ്കിൽ അത്രയും കൈക്കുഴി ഇറക്കിയിട്ട് വേണം ഇത് മാർക്ക് ചെയ്യാൻ. ഇനി നമ്മൾ ഈ മാർക്കാണ് ചെസ്റ്റ് വണ്ണം മാർക്ക് ചെയ്യുന്ന ലൈൻ. അപ്പോൾ ആ ലൈനിൽ ഞാൻ ചെസ്റ്റ് വണ്ണം മാർക്ക് ചെയ്യുകയാണ്. ഇത് നോർമൽ ബ്ലൗസാണ്, ലൈനിങ് ബ്ലൗസ് അല്ല. ശരീരത്തിൽ നിന്ന് അളവെടുത്ത് തയ്ക്കുന്ന നോർമൽ ബ്ലൗസാണ്. ഇതിന് ഒരു പ്രത്യേകത മാത്രമേ ഉള്ളൂ, ഒറ്റയ്ക്കൊരു ടക്കേ ഉള്ളൂ എന്നുള്ളൊരു പ്രത്യേകത മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം സാധാരണ നോർമൽ ബ്ലൗസ് പോലെ തന്നെയാണ്, ബാക്കി വ്യത്യാസങ്ങളൊന്നുമില്ല, ഒറ്റ ടക്ക് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഫ്രണ്ട് ഭാഗം വെട്ടുമ്പോൾ നമുക്കൊരു ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുത്താനുണ്ടെന്ന് മാത്രം. അപ്പോൾ ബാക്കി നമുക്ക് ആദ്യം വെട്ടിയെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ചെസ്റ്റ് വണ്ണം എന്ന് പറയുന്നത് 35.5 ഇഞ്ചാണ്. ആ 35.5 ഇഞ്ച് ചെസ്റ്റ് വണ്ണത്തിൻ്റെ കൂടെ നമ്മൾ 2 ഇഞ്ച് കൂട്ടും. അപ്പം 37.5 ഇഞ്ച്. 35.5 ഇഞ്ചാണ് ചെസ്റ്റ് വണ്ണം. അതിൻ്റെ കൂടെ നമ്മൾ 2 ഇഞ്ച് ലൂസ് കൂട്ടിയിട്ട് അതിൻ്റെ 4/1 നമ്മളിവിടെ ഈ ലൈനിൽ മാർക്ക് ചെയ്യണം. അപ്പം 35.5 കൂടെ 2 ഇഞ്ച് ലൂസ് കൂട്ടുമ്പോൾ 37.5. 37.5 4/1 എന്ന് പറയുന്നത് 9.25 ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്തു. ഇതാണ് ചെസ്റ്റിൻ്റെ മാർക്ക്. ഇനി നമ്മളിതിന് മാർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ ബ്രസ്റ്റ് പോയിൻ്റാണ്. ബ്രസ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് ഇതിന് 10.5 ഇഞ്ചാണ്. അപ്പോൾ ആ 10.5 ഇഞ്ചിൽ ഞാനിപ്പോൾ ഇവിടെ മാർക്ക് ചെയ്യുകയാണ്. ഇത് ഫ്രണ്ട് പീസ് അല്ല, ബാക്ക് പീസാണെന്ന് ഓർക്കണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഈ 10.5 ഇഞ്ച് ബ്രസ്റ്റ് പോയിൻ്റ് ജസ്റ്റ് ഇവിടെ ഒന്ന് മാർക്ക് ചെയ്യുന്നേ ഉള്ളൂ, ബ്രസ്റ്റിന് വേണ്ടിയിട്ടല്ല. അപ്പോൾ ആ ബ്രസ്റ്റ് പോയിൻ്റ് എന്തിനാണ് മാർക്ക് ചെയ്യുന്നതെന്ന് ഞാൻ ഫ്രണ്ട് വെട്ടുമ്പോൾ പറയാം. അപ്പോൾ ഇത് ഞാനിങ്ങനെ ഒരു നേർരേഖ വരച്ച് ഞാനിവിടെ ഇടുവാണ്. അപ്പോൾ ബ്രസ്റ്റ് പോയിൻ്റ് നേർരേഖ വരച്ച് ഞാനിങ്ങനെ ഇട്ടേക്കാണ്. അപ്പോൾ ഇനി ഇതിൻ്റെ അടിവശം, അതായത് ഇറക്കത്തിൻ്റെ ഈ ലൈനിൽ, ഇറക്കം മാർക്ക് ചെയ്തേക്കുന്ന ഈ ലൈനിലാണ് നമ്മൾ വേസ്റ്റ് വണ്ണം മാർക്ക് ചെയ്യുന്നത്. വേസ്റ്റ് വണ്ണം എന്ന് പറയുന്നത് 34 ഇഞ്ചാണ്. 34ൻ്റെ 4/1. അത് ഇതിന് നമ്മൾ ലൂസ് കൂട്ടുന്നില്ല, കൃത്യം 4/1. അപ്പോൾ ഇവിടെ നമ്മൾ ചെസ്റ്റിനോട് 2 ഇഞ്ച് ലൂസ് കൂട്ടിയിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്തത്. പക്ഷേ വേസ്റ്റ് വണ്ണം നമ്മൾ ലൂസ് കൂട്ടുന്നില്ല, കൃത്യമാണ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ അത് 34ൻ്റെ 4/1 എന്ന് പറയുമ്പോൾ 8.5 ഇഞ്ച്. അപ്പോൾ 8.5 ഇഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്തു. അതിനുശേഷം ഞാൻ ആ ചെസ്റ്റിൻ്റെ ലൈനും വേസ്റ്റിൻ്റെ മാർക്ക് ചെയ്ത ആ മാർക്കും നമ്മളിങ്ങനെ യോജിപ്പിച്ചു. അതിനുശേഷം 1.25 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തു. ഇത് 1.25 ഇഞ്ച് തയ്യൽ തുമ്പാണ്.
അപ്പോൾ ഇനി നമുക്കിതിൻ്റെ കൈക്കുഴി ഒന്ന് മാർക്ക് ചെയ്യണം. കൈക്കുഴിയുടെ ഒപ്പം തന്നെ അതിനോടൊപ്പം തന്നെ നമുക്ക് അതിൻ്റെ കഴുത്തും മാർക്ക് ചെയ്യണം. അപ്പോൾ കൈക്കുഴി മാർക്ക് ചെയ്യുന്നതിനാ വെച്ചാൽ ഇത് കൈക്കുഴിയുടെ ഇറക്കം 5.25 പോയിന്റ് വേണമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അതിനെ നമുക്ക് 6 കണക്ക് കൂട്ടാം എളുപ്പത്തിന് വേണ്ടി. അപ്പോൾ ആ കൈക്കുഴിയുടെ ഇറക്കത്തിൻ്റെ പകുതി, അപ്പോൾ 5.25 പോയിന്റിന് നമുക്ക് 3 ഇഞ്ച് 6 ഇഞ്ചിന് നമുക്ക് 3 ഇഞ്ച് കണക്ക് കൂട്ടാം. അപ്പോൾ 5.25 പോയിന്റുമുള്ള ഈ കൈക്കുഴിയുടെ ഈ ലൈനിൽ നമ്മൾ പകുതിയായ 3 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യുക. എന്നിട്ട് ആ 3 ഇഞ്ചിൽ നമ്മൾ ഈ സ്കെയിൽ വയ്ക്കുക. അതായത് ആം ഹോൾ കർവ് അത് വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ ലൈനിൽ നിന്ന് ഈ പോയിന്റിൽ നിന്ന് ഏകദേശം 1/2 ഇഞ്ച് സ്കെയിലും കൂടി ചെരിഞ്ഞ് നിൽക്കണം. ഈ കണ്ടോ, ഇത് കണ്ടോ, ഇങ്ങനെ ഒരു ഏകദേശം ഈ ലൈനിൽ നിന്ന് സ്കെയിൽ അങ്ങോട്ട് ചെരിഞ്ഞ് നിൽക്കണം. അതുപോലെ തന്നെ ഈ താഴത്തെ ലൈനിൽ നമ്മൾ ഈ ബ്രസ്റ്റ് ലൈനിൽ എങ്ങനെ മുട്ടി നിൽക്കണം, ഇവിടെയും ഇങ്ങനെ മുട്ടി നിൽക്കണം. കണ്ടോ, ഈ നമ്മൾ പകുതി കണ്ട് മാർക്ക് ചെയ്ത് ആ മാർക്കിൽ മുട്ടി നിൽക്കണം. ഇവിടെ നിന്ന് 1/2 ഇഞ്ച് ഇങ്ങനെ നീങ്ങി നിൽക്കണം. ഈ താഴത്തെ ബ്രസ്റ്റ് മാർക്ക് ചെയ്ത് ആ ലൈനിൽ മുട്ടി നിൽക്കണം. അതിനുശേഷമാണ് നമ്മളിങ്ങനെ ഷേപ്പ് വരയ്ക്കുന്നത്. അപ്പോൾ ഇതാണ് കൈക്കുഴിയുടെ ഷേപ്പ്. ഇനി നമുക്ക് കഴുത്താണ്, ഇത് ബാക്ക് കഴുത്താണ്. അപ്പോൾ ബാക്ക് കഴുത്ത് 5.5 ഇഞ്ച് ഇറങ്ങണം എന്നുള്ളത് കൊണ്ട് ഞാൻ തയ്യൽ തുമ്പ് കഴിച്ച് 5.25 ഇഞ്ച് മാർക്ക് ചെയ്തു. ആ 5.25 ഇഞ്ചിൽ അതിന് ഞാനൊരു റൗണ്ട് ഷേപ്പ് കൊടുക്കുകയാണ്. അതായത് യൂനെക്കാണ്. അപ്പോൾ അതിന് ഞാൻ സ്കെയിൽ വെച്ച് ഞാനിങ്ങനെ ഒരു റൗണ്ട് ഷേപ്പ് കൊടുത്തു. ഉണ്ടാവും. അപ്പോൾ ഇതാണ് കഴുത്തിൻ്റെ ഷേപ്പ്. ഇനി ഇവിടെ ചെയ്യാൻ പോകുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഷോൾഡറിന് ഇത്ര വീതി ഉള്ളതുകൊണ്ട്, അതായത് ഷോൾഡറിന് 4 ഇഞ്ചോളം വീതിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചെയ്യുന്ന കാര്യം, ഇതിന് ഞാനൊരു സ്ലോപ്പ് കൊടുക്കുന്നുണ്ട്. അതായത് നമ്മൾ ഈ 4 ഇഞ്ച് തയ്യൽ തുമ്പ് പഠിച്ചല്ലോ, ഈ തയ്യൽ തുമ്പിൻ്റെ ഈ പോയിന്റിൽ നിന്ന് തയ്യൽ തുമ്പിൻ്റെ ഈ മുകളിലത്തെ പോയിന്റിലേക്ക് നമ്മൾ ചിരിച്ച് ഒരു 1/4 ഇഞ്ച് ഷേപ്പ് കൊടുക്കുകയാണ്. ഇങ്ങനെ ഒരു 1/4 ഇഞ്ച് ഷേപ്പ് കൊടുക്കണം. അപ്പോൾ ഇതാണ് ഈ ബ്ലൗസിൻ്റെ ബാക്ക് പാർട്ട്. അപ്പോൾ അത് ഞാൻ കട്ട് ചെയ്തതിന് ശേഷം ഫ്രണ്ട് പാർട്ട് നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം ഇതിൻ്റെ അടിവശം ഒന്ന് ലെവൽ ചെയ്യാനായിട്ട് വരച്ച ആ വരയിൽ ഞാനിങ്ങനെ കട്ട് ചെയ്ത് ഒന്ന് ലെവൽ ചെയ്യാം. അതിനുശേഷം ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതിൻ്റെ കഴുത്ത് വെച്ച് അടിച്ചു മറിക്കണതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ കഴുത്ത് അതേപോലെ ആ ഷേപ്പിൽ ഞാനിങ്ങനെ വെട്ടിയെടുക്കുവാണ്. ഞാൻ ആ ഷേപ്പിൽ താഴേക്ക് ചെറിയൊരു ഷേപ്പ് കൊടുത്താണ് വെട്ടുന്നത്. അപ്പോൾ ഇത് തയ്യൽ തുമ്പ് 1.25 ഇഞ്ച്. അപ്പോൾ ഇതാണ് എൻ്റെ ബാക്ക് പീസ്. അപ്പോൾ ഇനി നമുക്ക് ഫ്രണ്ട് വെട്ടാം. അപ്പോൾ ഫ്രണ്ട് വെട്ടാൻ നേരത്ത് നമ്മൾ ഈ തേരുള്ള ഭാഗം നമ്മൾ നിൽക്കുന്ന സൈഡിലേക്ക് തിരിച്ചിടണം. നമ്മൾ ബാക്കി വെട്ടാൻ നേരത്ത് മടക്കിയ ഭാഗമായിരുന്നു നമ്മൾ നിൽക്കുന്ന സൈഡിലേക്ക് തിരിച്ചിട്ടത്. ഇപ്പോൾ നമ്മൾ തേരുവശം നമ്മൾ നിൽക്കുന്ന ഭാഗത്തേക്ക് തിരിച്ചിടുന്നു. അതിനുശേഷം നമ്മൾ ബാക്കി പീസ് അതിലേക്ക് വെച്ചിട്ട് അതായത് നമ്മളിത് ഈ വെട്ടിയെടുത്ത ഈ ഭാഗം ഉണ്ടല്ലോ, ഈ വെട്ടിയെടുത്ത ഈ ഭാഗത്തേക്ക് നമ്മളിങ്ങനെ ബാക്കി പീസ് വയ്ക്കുകയാണ്. അപ്പോൾ ബാക്കി പീസ് വയ്ക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ തേരിൻ്റെ ഈ ഭാഗം ഉണ്ടോ, ഇവിടെ നമ്മൾ തേര് നമുക്ക് മുറിച്ച് കളയാനുള്ളതാണ്. അപ്പോൾ തേര് നമ്മുടെ ഭാഗത്തേക്കാണ് ഇട്ടേക്കണമെന്നുള്ള കാര്യം ഓർക്കുക. അതിനുശേഷം ആ തേര് മുറിച്ച് കളയാനായിട്ട് ഞാൻ ആ തേരിൻ്റെ ഇവിടെ മാർക്ക് ചെയ്യാം. ഇത്രയും ഭാഗം മുറിച്ച് കളയാനുള്ളതാണ് കേട്ടോ. ഇപ്പോൾ ഞാൻ വരച്ചേക്കണ വര ഈ തേര് മുറിച്ച് കളയാനുള്ള വരയാണ്. ആ വരയിൽ നിന്ന് 1/4 ഇഞ്ച് അകത്തി, അതായത് 1/4 ഇഞ്ച് മാറ്റി ഞാൻ ഈ ബാക്ക് പീസ് ഇതിൽ വയ്ക്കുവാണ്.
കാലിഞ്ച് മാറ്റി ബാക്ക് പീസ് ഞാൻ അവിടെ വയ്ക്കും. എന്നിട്ട് ഈ ബാക്ക് പീസിൻ്റെ ഈ മാർക്കിൽ ഞാനിതിൽ ടെക് പോയിൻറ്റിൻ്റെ ബ്രസ്റ്റ് പോയിൻറ്റിൻ്റെ ലൈനിൽ ഞാനിങ്ങനെ മാർക്ക് കൊടുത്തു. അതിനുശേഷം കഴുത്തിൻ്റെ വീതി മാർക്ക് ചെയ്തു. അതിനുശേഷം ഷോൾഡർ മാർക്ക് ചെയ്തു. അതിനുശേഷം വണ്ണം മാർക്ക് ചെയ്തു. വണ്ണത്തിൻ്റെ ഈ മാർക്കിൽ ഞാൻ മാർക്ക് ചെയ്തു. അതുകൊണ്ട് കൈക്കുഴിയുടെ ഇറക്കം ഞാനിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കൈക്കുഴിയുടെ ഇറക്കം ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വരച്ചു. അപ്പോൾ ഇത് കഴുത്തിൻ്റെ ആ മാർക്ക് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വരച്ചു. അപ്പോൾ ഇത് ഷോൾഡർ വരച്ചു, കൈക്കുഴി ഷോൾഡറിൻ്റെ വീതി വരച്ചു, ഇറക്കം വരച്ചു, കഴുത്തിൻ്റെ ആ സൈഡൊന്ന് വരച്ചു. ഇവിടെ 4 ഇഞ്ചും മാറ്റിയാണ് ഇട്ടേക്കണത്. ഇത് ബ്രസ്റ്റ് പോയിൻറ്റിൻ്റെ ലൈനാണിത്. അപ്പോൾ അത് നമ്മൾ ബ്രസ്റ്റ് പോയിൻറ്റ് മാർക്ക് ചെയ്തു. ഇവിടെ നമ്മൾ വണ്ണം മാർക്ക് ചെയ്തു. ഇവിടെ 4 ഇഞ്ച് തയ്യൽ തുമ്പുണ്ട്. ആ കാര്യം മറന്നു പോകരുത്. ആ 4 ഇഞ്ച് തയ്യൽ തുമ്പിന് അകത്തി വെച്ചിട്ടാണ്. അപ്പോൾ ആ ലൈൻ 4 ഇഞ്ച് തയ്യൽ തുമ്പ് ഞാനൊന്ന് വരയ്ക്കാം. അപ്പോൾ ഇത് 4 ഇഞ്ച് തയ്യൽ തുമ്പാണ്. ഇത് ഇതിൻ്റെ ഇറക്കമാണ്. ഇപ്പോൾ ഞാൻ വരയ്ക്കുന്നത് എൻ്റെ ഷോൾഡറാണ്. ഇപ്പോൾ വരയ്ക്കുന്നത് കൈക്കുഴിയാണ്, സോറി കഴുത്താണ്. അപ്പോൾ ഇത് ചെസ്റ്റിൻ്റെ ലൈനാണ്, ഇത് ബ്രസ്റ്റിൻ്റെ ലൈനാണ്. അപ്പോൾ ഇവിടെ നമ്മൾ വണ്ണം മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിന് നോർമൽ ബ്ലൗസാണ്. സാധാരണ നോർമൽ ബ്ലൗസിന് ഈ കൈക്കുഴിയുടെ ഇവിടുന്ന് ഫ്രണ്ടിൻ്റെ കൈക്കുഴിയുടെ ഇവിടുന്ന് ഒരു ടക്കുണ്ട്, ഈ സെൻറ്ററിൽ നിന്ന് ഒരു ടക്കുണ്ട്, താഴെ നിന്നൊരു ടക്കുണ്ട്, ചിലതിന് ഈ സൈഡിൽ നിന്നൊരു ടക്കുണ്ട്, ചിലതിന് 4 ടക്കുണ്ട്, ചിലതിന് 3 ടക്കുണ്ട്. പ്രിൻസസ് ബ്ലൗസിന് 2 ടക്ക്, അതായത് ഇങ്ങനെ ഒരൊറ്റ കട്ടിങ് മാത്രം. അപ്പോൾ ഇതൊരു നോർമൽ ബ്ലൗസ് ആണെങ്കിലും ഇതിന് ഒറ്റ ടക്ക് മാത്രം ഉള്ളത് കൊണ്ട് ഇതിൻ്റെ കക്ഷത്തിൻ്റെ അവിടുന്ന് കൈക്കുഴിയുടെ അവിടുന്ന് ടക്കില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ബ്രസ്റ്റ് മാർക്ക് ചെയ്യുമ്പോൾ ചെസ്റ്റ് മാർക്ക് ചെയ്യുമ്പോൾ ചെസ്റ്റിൻ്റെ വണ്ണത്തിനോട് നമ്മൾ ടക്കിന് വേണ്ടി 1/2 ഇഞ്ചൊക്കെ കൂട്ടിയിടാറുണ്ട്. അപ്പോൾ ചെസ്റ്റിൻ്റെ വണ്ണത്തോട് ഇവിടെ ടക്കില്ലാത്തത് കൊണ്ട് നമ്മൾ 1/2 ഇഞ്ച് കൂട്ടിയിടുന്നില്ല. മറിച്ച് ചെസ്റ്റിൻ്റെ വണ്ണത്തോട് 2 ഇഞ്ച് ലൂസ് കൂട്ടിവെച്ച് അതിൻ്റെ കൃത്യം 4/1, അതായത് 35.5 ഇഞ്ചാണ് ചെസ്റ്റ്. അതിനോട് 2 ഇഞ്ച് കൂട്ടുമ്പോൾ 37.5 ഇഞ്ചായി. 37.5 ഇഞ്ചിൽ നിന്ന് അതിനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിൻ്റെ 4/1, 9.25 ഇഞ്ച് നമ്മൾ വണ്ണം ഇവിടെ മാർക്ക് ചെയ്യുന്നു. അതിനുശേഷം 1.25 ഇഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്യുന്നു. ഇനി നമുക്ക് ബ്രസ്റ്റാണ് മാർക്ക് ചെയ്യണത്, ബ്രസ്റ്റിൻ്റെ അവിടെ. അപ്പോൾ ബ്രസ്റ്റിൻ്റെ അവിടെ നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ ബ്രസ്റ്റിൻ്റെ ലൂസ് 38 ഇഞ്ചാണ്. ബ്രസ്റ്റിൻ്റെ വണ്ണം എന്ന് പറഞ്ഞാൽ 38 ഇഞ്ച്. അപ്പം 38നോട് നമ്മൾ 2 ഇഞ്ച് ലൂസ് കൂട്ടും. അപ്പോൾ 38നോട് 2 കൂട്ടുമ്പോൾ 40 ഇഞ്ചാവും. അപ്പം 40 ഇഞ്ചിൻ്റെ 4/1 എന്ന് പറയുന്നത് 10 ഇഞ്ചാണ്. അപ്പോൾ ആ 10 ഇഞ്ച് ഈ ബ്രസ്റ്റ് ലൈനിൽ നമ്മൾ മാർക്ക് ചെയ്യണം. മനസ്സിലായി ഞാൻ വിചാരിക്കണം. അതിനുശേഷം നമ്മൾ ചെസ്റ്റ് മാർക്ക് ചെയ്ത ലൈനും ബ്രസ്റ്റ് മാർക്ക് ചെയ്ത ലൈനും നമ്മളിങ്ങനെ നേരെ വരയ്ക്കുന്നു. തയ്യൽ തുമ്പും നമ്മൾ നേരെ വരയ്ക്കുന്നു. ഉണ്ടോ? അപ്പം ബ്രസ്റ്റിൻ്റെ ലൈനും ചെസ്റ്റിൻ്റെ ലൈനും നമ്മൾ വരച്ചു. ഇനി നമുക്ക് മാർക്ക് ചെയ്യാനുള്ളത് അതിൻ്റെ കൈക്കുഴി മാർക്ക് ചെയ്യണം. അതായത് ഫ്രണ്ട് കൈക്കുഴി. ഫ്രണ്ട് കൈക്കുഴിയിൽ ടക്കില്ല എന്നുള്ള കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഫ്രണ്ട് കൈക്കുഴി മാർക്ക് ചെയ്യുമ്പോൾ സാധാരണ നോർമൽ ബ്ലൗസിന് മാർക്ക് ചെയ്യുന്നത് പോലെ അല്ല ഇതിന് മാർക്ക് ചെയ്യുന്നത്. ഇതിൻ്റെ ഒരല്പം വ്യത്യാസമുണ്ട്. അതാണ് ഞാൻ പറയാം. സാധാരണ നോർമൽ ബ്ലൗസിന് നമ്മൾ ചെയ്യുന്നത് ഈ പോയിന്റിൽ നിന്ന് 1/2 ഇഞ്ചും കൂടെ മാറ്റി നമ്മൾ ഈ ഷോൾഡറിൻ്റെ തയ്യൽ തുമ്പിൻ്റെ ആ കോർണറിൽ നിന്ന് നമ്മൾ താഴേക്ക് ഇങ്ങനെ വരച്ചിട്ട് ഇതിൻ്റെ സെൻറ്റർ കണ്ടിട്ട് ആ സെൻറ്ററിൽ നമ്മളിങ്ങനെ സ്കെയിൽ വെച്ചാണ് നമ്മൾ സാധാരണ നമ്മളിങ്ങനെ വരയ്ക്കാറ്. എന്നാൽ ഇതിന് ഒരു ചെറിയ വ്യത്യാസമുണ്ട്. കാരണം വെച്ചാൽ ഇതിന് ടക്കില്ലാത്തത് കൊണ്ട് ചെറിയ വ്യത്യാസം എന്ന് പറഞ്ഞാൽ, അതായത് ഇതിൻ്റെ കൈക്കുഴിയുടെ ഇറക്കമാണിത്. അതിൻ്റെ സെൻറ്റർ നമ്മൾ കണ്ടു 3 ഇഞ്ച്. 6 ഇഞ്ചാണ് മൊത്തം ഇറക്കം. അതിൻ്റെ പകുതി നമ്മൾ കണ്ടു 3 ഇഞ്ച്.
ഇവിടെയാണ് നമ്മൾ സാധാരണ നോർമൽ ബ്ലൗസിന് 1/2 ഇഞ്ച് മാറ്റി വെക്കുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നല്ലോ, ഈ സെൻറ്ററിൽ നമ്മൾ 1/2 ഇഞ്ച് മാറ്റി വെക്കണം. 1/2 ഇഞ്ച് മാറ്റി മാർക്കണം. സെൻറ്ററിൽ 1/2 ഇഞ്ച് മാറ്റി മാർക്ക് ചെയ്യണം. ഇവിടെയല്ല 1/2 ഇഞ്ച് മാറ്റി മാർക്കേണ്ട, ഈ സെൻറ്ററിൽ 1/2 ഇഞ്ച് മാറ്റി മാർക്കണം. എന്നിട്ട് ആ ലൈനിലൂടെ നമ്മൾ താഴേക്ക് വരയ്ക്കണം. അപ്പോൾ നമുക്ക് ഏകദേശം ഇവിടെ 1 ഇഞ്ചോളം വ്യത്യാസം വരും. കണ്ടോ, താഴെ വരുമ്പോൾ നമുക്ക് 1 ഇഞ്ചോളം വ്യത്യാസമുണ്ട്. ഇവിടെ 1 ഇഞ്ചോളം വ്യത്യാസമുണ്ട്. ഇങ്ങനെ വരച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിൻ്റെ സെൻറ്ററിൽ നമ്മൾ സ്കെയിൽ വെച്ചിട്ടാണ് അതിന് ഷേപ്പ് കൊടുക്കുന്നത്. ഇങ്ങനെ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ മുകളിൽ നിന്ന് 1/2 ഇഞ്ച് മാറി നിൽക്കണം. അതുപോലെ തന്നെ സെൻറ്ററിൽ മുട്ടി നിൽക്കണം. അതുപോലെ തന്നെ ഈ അടിയിലത്തെ ലൈനിൽ, അതായത് ബ്രസ്റ്റ് ലൈനിൽ നമ്മൾ ഇങ്ങനെ മുട്ടിച്ച് നിൽക്കണം. എന്നിട്ട് നമ്മളിങ്ങനെ വരയ്ക്കണം. ഇതാണ് ഇതിൻ്റെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. സാധാരണ ബ്ലൗസിൽ നിന്നുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത്, നമ്മൾ ഇവിടെ 1/2 ഇഞ്ച് മാറ്റി കൊടുക്കുന്നതിന് പകരം ഇവിടെ നമ്മൾ 1/2 ഇഞ്ച് മാറ്റി കൊടുക്കുന്നു. അതാണ് ഒരു വ്യത്യാസം. അപ്പോൾ അത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ടക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നമ്മൾ 1/2 ഇഞ്ച് മാറ്റി കൊടുത്താണ് ഇത് കട്ട് ചെയ്യുന്നത്. അത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇതാണ് അതിൻ്റെ ഷേപ്പ്. അതാണ് എൻ്റെ ഷേപ്പ്. ഇനി നമുക്ക് കഴുത്ത്. ഇതിൻ്റെ കഴുത്തിൻ്റെ ഫ്രണ്ടും 5.5 ഇഞ്ചാണ്, ബാക്കും 5.5 ഇഞ്ചാണ്, ഫ്രണ്ടും 5.5 ഇഞ്ചാണ്. അപ്പോൾ ഫ്രണ്ടിന് 5.5 ഇഞ്ചിന് തയ്ച്ച് കഴിയുമ്പോൾ 5.5 ഇഞ്ച് കിട്ടിയാൽ മതി. അപ്പോൾ ഇതിന് 5.25 ഇഞ്ചിന് ഞാൻ മാർക്ക് ചെയ്യുകയാണ്. അപ്പോൾ 5.25 ഇഞ്ചിൽ ഞാനിങ്ങനെ വരച്ചു. അപ്പോൾ ഇവിടെ കഴുത്ത് മാർക്ക് ചെയ്യുമ്പോഴും ഒരു ചെറിയ വ്യത്യാസമുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, ബാക്കി കഴുത്ത് നമ്മൾ മാർക്ക് ചെയ്തപ്പോൾ മുകളിലും താഴെ ഒരേപോലെയാണ് മാർക്ക് ചെയ്തത്. എന്നാൽ ഈ ഫ്രണ്ട് കഴുത്ത് നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ മുകളിലും താഴെ ഒരേപോലെ മാർക്ക് ചെയ്യുന്നില്ല. മറിച്ച് നമ്മളിവിടെ ഒരു 1/4 ഇഞ്ച് വീതി കൂട്ടി മാർക്ക് ചെയ്യണം. അതായത് മുകളിൽ 2.5 ഇഞ്ചാണ്, താഴെ നമ്മൾ 2.25 ഇഞ്ച് കൊടുത്തു. അത് എന്തിനാണെന്ന് ഞാൻ എൻ്റെ ടക്ക് മാർക്ക് ചെയ്യുമ്പോൾ പറയാം. അപ്പോൾ ഇവിടെ 2.5 ഇഞ്ചാണ്, പക്ഷേ ഇവിടെ നമ്മൾ 2.25 ഇഞ്ച് കൊടുത്തു. നോർമൽ ബ്ലൗസിന് നമ്മളങ്ങനെ ചെയ്യാറില്ല, പക്ഷേ ഇത് സിംഗിൾ ടക്ക് ബ്ലൗസ് ആയതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കണം. അപ്പോൾ ഇതെന്തിനാ അങ്ങനെ ചെയ്തതെന്ന് ഞാൻ ടക്ക് മാർക്ക് ചെയ്യുമ്പോൾ പറയാം. അപ്പോൾ നമ്മൾ കഴുത്ത് മാർക്ക് ചെയ്തു, കൈക്കുഴി മാർക്ക് ചെയ്തു, വണ്ണം മാർക്ക് ചെയ്തു, ബ്രസ്റ്റിൻ്റെ വണ്ണം മാർക്ക് ചെയ്തു. ഇനി നമുക്ക് മാർക്ക് ചെയ്യാനുള്ളത് ടക്കാണ്. അപ്പോൾ ടക്ക് മാർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇത് ബ്രസ്റ്റ് പോയിന്റ് ഇതാണ്, നമ്മൾ ശരീരത്തിൽ നിന്ന് അളവെടുത്താണ്. അപ്പോൾ അത് 10.5 ഇഞ്ചുണ്ട്. ആ 10.5 ഇഞ്ച് ബ്രസ്റ്റ് പോയിന്റ്. അപ്പോൾ ഞാൻ ബ്രസ്റ്റിൽ നിന്ന് ബ്രസ്റ്റ് പോയിന്റിലേക്കുള്ള അളവ്, അതായത് ഒരു ബ്രസ്റ്റ് പോയിന്റിൽ നിന്ന് മറ്റേ ബ്രസ്റ്റ് പോയിന്റിലേക്കുള്ള അളവ് ഞാൻ ശരീരത്തിൽ നിന്ന് എടുത്തത് കൊണ്ട് അത് 8 ഇഞ്ചുണ്ട്. അപ്പോൾ ആ 8 ഇഞ്ച് അതിൻ്റെ പകുതി ഞാൻ 4 ഇഞ്ച് കൂടെ മാർക്ക് ചെയ്യുകയാണ്. അതായത് ഒരു ബ്രസ്റ്റ് പോയിന്റിൽ നിന്ന് മറ്റു ബ്രസ്റ്റ് പോയിന്റ് വരെ 8 ഇഞ്ചുണ്ട്. ശരീരത്തിൽ നിന്ന് അളവെടുത്താണ്. അപ്പോൾ ആ 8 ഇഞ്ച് ഉള്ളത് കൊണ്ട് ഈ ബ്രസ്റ്റ് പോയിന്റ് ലൈനിൽ ഞാൻ 4 ഇഞ്ച് മാറ്റി മാർക്ക് ചെയ്യാണ്. ഇതാണ് ടക്കിൻ്റെ മുകളിലത്തെ പോയിന്റ്. അപ്പോൾ ഞാനിവിടെ 4 ഇഞ്ച് താഴെ മാർക്ക് ചെയ്യാണ്. എന്നിട്ട് ഞാൻ നേരെ ഒന്ന് വരയ്ക്കുകയാണ്. അപ്പം ഇനി ടക്കിൻ്റെ ഇറക്കം കണ്ടുപിടിക്കണമല്ലോ. അപ്പോൾ ടക്കിൻ്റെ ഇറക്കം കണ്ടുപിടിക്കാനുള്ള മാർഗം എന്ന് പറയുന്നത്, നമ്മുടെ ബ്രസ്റ്റ് വണ്ണം എത്രയാണോ അതിൻ്റെ 10-1. ഞാൻ ഒരു പ്രാവശ്യം കൂടി പറയാം. ബ്രസ്റ്റ് വണ്ണം എത്രയാണോ അതിൻ്റെ 10-1. ആ 10-1 എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒരല്പം ഒരു പോയിൻ്റൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസം വന്നെന്ന് വരാം. എന്നാൽ 10-1 അതിൻ്റെ കണക്ക്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇതിൻ്റെ ബ്രസ്റ്റ് വണ്ണം എന്ന് പറയുന്നത് 38 ഇഞ്ചാണ്. അപ്പോൾ ഇതിൻ്റെ ടക്കിൻ്റെ ഇറക്കം എന്ന് പറയുന്നത് 3.8. അപ്പോൾ 4 ഇഞ്ച് തികയത്തില്ല. അപ്പം 3.8 അതിൻ്റെ ഇറക്കം. അപ്പോൾ ഞാൻ ഇതിനകത്ത് ഒരു കാര്യം നിങ്ങളോട് പ്രത്യേകം പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബോഡിയിൽ നിന്നാണ് നമ്മൾ അളവെടുത്തതെങ്കിൽ ഈ 10-1, അതായത് ബ്രസ്റ്റിൻ്റെ 10-1 എന്നുള്ളതിന് പകരം നമുക്ക് സ്ത്രീകളാണ് അളവെടുക്കുന്നത് എങ്കിൽ സ്ത്രീകളുടെ ബ്രസ്റ്റിൽ നിന്ന് തന്നെ നമുക്ക് ഇങ്ങനെ ടേപ്പ് വെച്ച് അളവെടുത്തിട്ട് നമുക്കത് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അങ്ങനെ എടുക്കാൻ പറ്റുന്നില്ലെങ്കിലുള്ള ഒരു തിയറിയാണ് ഞാൻ പറഞ്ഞത്. ബ്രസ്റ്റിൻ്റെ 10-1 നമ്മൾ ടക്കിന് ഇറക്കം ആയിട്ട് കൊടുക്കണം. അപ്പോൾ അതിൽ ഞാനിങ്ങനെ ഒന്ന് നേരെ വരയ്ക്കാം. അപ്പോൾ ഇതാണ് ടക്കിൻ്റെ ഇറക്കം. അപ്പോൾ ഇനി ടക്കിൻ്റെ വീതി എത്രയാണെന്ന് കണ്ടുപിടിക്കണമല്ലോ. വീതി കണ്ടുപിടിക്കാനുള്ള ഒരു മാർഗം എന്ന് പറയുന്നത്,
നമ്മൾ ഈ ലൈനിൽ, ഇതാണ് ടക്കിൻ്റെ ഇറക്കം, ഈ ലൈനിൽ നമ്മൾ വേസ്റ്റ് വണ്ണത്തിൻ്റെ 4:1 മാർക്ക് ചെയ്യണം. ഇതിൻ്റെ വേസ്റ്റ് വണ്ണം 34 ഇഞ്ചാണ്, അതിൻ്റെ 4:1 പറയുന്നത് 8.5 ഇഞ്ചാണ്. അപ്പോൾ ആ 8.5 ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്യുകയാണ്. അപ്പോൾ ആ 8.5 ഇഞ്ച് കഴിഞ്ഞിട്ട് ഈ ലൈൻ ഉണ്ടല്ലോ, നമ്മുടെ കൈക്കുഴിയിൽ നിന്ന് നെഞ്ചളവ്, ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്ത ആ ലൈൻ താഴേക്ക് ഇങ്ങനെ നേരെ വരച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ആ ലൈനിൽ ഈ ടേപ്പ് ഇങ്ങനെ വെച്ച് നോക്കണം, ഇത് തമ്മിൽ എത്ര അകലം ഉണ്ടെന്ന് നോക്കണം. അതായത് ഈ 8.5 വേസ്റ്റ് വണ്ണം കഴിഞ്ഞിട്ട് ഇത് എത്ര ഇഞ്ച് അകലം ഉണ്ടെന്ന് നോക്കണം. അപ്പോൾ ഇത് നമുക്കിപ്പോൾ 2 ഇഞ്ചാണ് കാണുന്നത്. അപ്പോൾ ഈ 2 ഇഞ്ച് ബ്രസ്റ്റും വേസ്റ്റും തമ്മിൽ വ്യത്യാസമുണ്ട്. ബ്രസ്റ്റിൻ്റെ ലൂസും വേസ്റ്റിൻ്റെ ലൂസും തമ്മിലുള്ള വ്യത്യാസമാണ് ടക്കിൻ്റെ വീതി. ഒരു പ്രാവശ്യം കൂടി പറയാം, ഏതൊരു ബ്ലൗസിൻ്റെയും ടക്കിൻ്റെ വീതി കണ്ടുപിടിക്കുന്നത് ബ്രസ്റ്റിൻ്റെ ലൂസും വേസ്റ്റിൻ്റെ ലൂസും തമ്മിലുള്ള വ്യത്യാസം എത്രയാണോ അതാണ് ടക്കിൻ്റെ ലൂസ്. അപ്പോൾ ഇത് 2 ഇഞ്ചാണ് വ്യത്യാസമുള്ളത്. അപ്പോൾ ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, 2 ഇഞ്ച് വീതിക്ക് ടക്ക് വരയ്ക്കുന്നു. 2 ഇഞ്ച് വീതിക്ക്. അപ്പോൾ ആ 2 ഇഞ്ച് വീതിക്ക് നമ്മൾ ടക്ക് വരയ്ക്കുമ്പോൾ ഇത് ഒറ്റ ടക്കുള്ളത് കൊണ്ട് നമുക്ക് കൂടുതൽ ഷേപ്പ് ആവശ്യമുണ്ട്. അതായത് 3 ടക്കുള്ളതുപോലെ നമുക്ക് ഷേപ്പ് കിട്ടത്തില്ലാത്തതുകൊണ്ട് ഇതിന് ഒരു ടക്കേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കൂടുതൽ ഷേപ്പ് ആവശ്യമുള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു എന്നറിയോ, 2 ഇഞ്ച് എന്നുള്ളത് 2.5 ഇഞ്ച് കൊടുക്കുന്നു. അപ്പോൾ ഒരു സൈഡിലേക്ക് 1.25 ഇഞ്ച്. അപ്പോൾ 1/2 ഇഞ്ച് നമ്മൾ ടക്കിന് കൂടുതൽ പിടിക്കുകയാണ്, കാരണം കൂടുതൽ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾ ആ പോയിന്റിലേക്ക് നമ്മളിങ്ങനെ വരയ്ക്കുന്നു. ഞാൻ ഈ പറയുന്നതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ആ പോയിന്റിലേക്ക് നമ്മളിങ്ങനെ വരച്ചു. അപ്പോൾ ഈ ടക്കിൻ്റെ യഥാർത്ഥത്തിലെ അളവ് എത്രയാണെന്നറിയോ, ഈ നമ്മളിവിടെ 3.25 ആണ് ഇതിൻ്റെ ഇറക്കം മാർക്ക് ചെയ്തേക്കണം, ടക്കിൻ്റെ ഇറക്കം മാർക്ക് ചെയ്തേക്കണം. നമ്മൾ ടക്ക് ഇങ്ങനെ ചെരിച്ചളക്കുമ്പോൾ നമുക്ക് 4 ഇഞ്ച് കിട്ടും. അപ്പോൾ ചെരിച്ചളക്കുമ്പോൾ നമുക്കിങ്ങനെ 4 ഇഞ്ച് കിട്ടും. നമ്മൾ നേരെ അളക്കുമ്പോൾ 3.25 ഇഞ്ച് കിട്ടും. അപ്പോൾ ടക്കിൻ്റെ യഥാർത്ഥ ഇറക്കം എന്ന് പറയുന്നത് 4 ഇഞ്ചാണ്. അതായത് ഈ ലൈനിലൂടെയാണ് നമ്മൾ സ്റ്റിച്ച് വരുന്നത്. ഇത് നമ്മളിങ്ങനെ മടക്കി പിടിച്ചിട്ട് ഈ ലൈനിൽ, ചെരിഞ്ഞ ലൈനിലൂടെയാണല്ലോ അടിക്കണത്. അപ്പോൾ ഈ ടക്കിൻ്റെ യഥാർത്ഥ ഇറക്കം എന്ന് പറയുന്നത് 4 ഇഞ്ചാണ്. ആ 4 ഇഞ്ചിൽ നിന്ന് 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് പോകും. അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്ത ഈ 3.25 ഇഞ്ച് ഇവിടെ കറക്റ്റായിട്ട് കിട്ടും. മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ടക്കിൻ്റെ ഇറക്കം 3.25 ഇഞ്ചാണ്. പക്ഷെ നമ്മൾ ഈ ചെരിഞ്ഞ ലൈനിലൂടെ അടിക്കുന്നത് കൊണ്ട് നമുക്ക് ടക്കിൻ്റെ ഇറക്കം 4 ഇഞ്ച് കിട്ടും. ആ 4 ഇഞ്ചിൽ നമ്മൾ പടി പിടിപ്പിക്കുമ്പോൾ 1/4 ഇഞ്ച് ഇവിടെ നിന്ന് കുറഞ്ഞു പോകും. അപ്പോൾ ഈ ടക്കിൻ്റെ ഇറക്കം കറക്റ്റ് 3.25 ഇഞ്ചായിട്ട് നമുക്ക് ലഭിക്കും. അതാണ് ഈ ടക്ക് നമ്മൾ ഇങ്ങനെ ചെരിച്ചടിക്കുമ്പോൾ ഉള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ഇനി ഞാനിവിടെ ഈ ടക്കിന് നമുക്ക് ഇവിടെ ഒരു കട്ടിംഗ് പടി വേണമല്ലോ, കട്ടിംഗ് പടി. ആ കട്ടിംഗ് പടിക്ക് എത്ര വീതി വേണം എന്ന് കണ്ടുപിടിക്കാനുള്ള സൂത്രമാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ കട്ടിംഗ് പടിയുടെ വീതി എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ 3.25 ഇഞ്ചാണ് ടക്കിൻ്റെ ഈ ഇറക്കം. അപ്പോൾ അതിൻ്റെ പകുതി, 3.25ൻ്റെ പകുതി ഒരു 1.25 പോയിൻറ്റും വരും. അതിൽ നിന്ന് 1/4 ഇഞ്ച് താഴെ, 3.25 പോയിൻറ്റിൽ നിന്ന് ഇതിൻ്റെ പകുതിയുടെ 1/4 ഇഞ്ച് താഴെ, അതിന് ഞാൻ വേണമെങ്കിൽ ഇങ്ങനെ പറയാം, ഈ ടക്കിറക്കത്തിൻ്റെ നേർപകുതി. അത് നമുക്ക് ടേപ്പ് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ അളന്നെടുത്താലും മതി. അപ്പോൾ ടക്കിറക്കം നമ്മളിങ്ങനെ എടുക്കുക, എന്നിട്ട് അതിൻ്റെ പകുതി നമ്മൾ കാണുക, ഇങ്ങനെ പകുതി, ആ പകുതി ഇവിടെ മാർക്ക് ചെയ്താൽ മതി. അതിൽ നിന്ന് 1/4 ഇഞ്ച് കുറയ്ക്കുക. അപ്പോൾ ഇതാണ് ഷേപ്പിനുള്ള, അതായത് കട്ടിംഗ് പടിയുടെ ഷേപ്പിനുള്ള മാർക്കാണത്. ഇനി ഇവിടുത്തെ, അതായത് ഈ അകലം തന്നെ, അതായത് ഈ അകലം എത്രയാണോ, ഇതിപ്പോൾ 1.5 ഇഞ്ചാണ്, 1.5 ഇഞ്ചിൽ 1.25 ഇഞ്ചാണ്. ആ 1.25 ഇഞ്ച് നമ്മളിവിടെ ബാക്കിലും കൊടുക്കുകയാണ്. ഒന്നേ 1/4 ഇഞ്ച് വീതി, 1.25 ഇഞ്ച് വണ്ണം,
നമ്മൾ ബാക്കിൽ ഈ ടക്കിൻ്റെ ബാക്ക് സൈഡിൽ നമ്മൾ കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മളിവിടെ ഈ ടക്ക് പോയിന്റിലേക്ക് ആ പോയിന്റ് നമ്മളിങ്ങനെ ചേർത്ത് വരയ്ക്കുന്നു. അപ്പോൾ അവിടെ നമ്മൾ ഒരു കാര്യം ചെയ്യുന്നതെന്ന് വെച്ചാൽ കറക്റ്റ് ഷേപ്പല്ല നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ സ്കെയിൽ വെച്ചിട്ട് നമ്മളൊരു ഷേപ്പ് കൊടുക്കും. ഈ സ്കെയിൽ വെച്ചിട്ടാണ് ഈ കട്ടിംഗ് പടിയുടെ ഷേപ്പ് നമ്മൾ കൊടുക്കുന്നത്. അങ്ങനെ വരച്ചു. അതിനുശേഷം നമ്മൾ ഇവിടെയും ആ സ്കെയിൽ വെച്ച് നമ്മളിങ്ങനെ ഷേപ്പ് കൊടുക്കുകയാണ്. ആണോ, ഇതാണ് ഫ്രണ്ടിൻ്റെ ടക്കിൻ്റെ അവിടുത്തെ ഷേപ്പ്, അല്ലെങ്കിൽ കട്ടിംഗ് പടിക്ക് വരാനുള്ള ഷേപ്പ്. അപ്പോൾ ഇനി നമുക്ക് കട്ടിംഗ് പടി എത്ര വീതിയിലുള്ള കട്ടിംഗ് പടി വേണമെന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കേണ്ടത്. അതിനുള്ള മാർഗം എന്താണെന്ന് ഞാനിങ്ങനെ പറഞ്ഞുതരാം. ടക്കിൻ്റെ അടിവശം, അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ പടി കണ്ടുപിടിക്കാനായിട്ട്, പടിയുടെ വീതി എത്രയാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ചെയ്ത മാർഗം എന്ന് പറയുന്നത് ഈ ബാക്ക് പീസിൻ്റെ കൈക്കുടിയുടെ അവിടെ നിന്നുള്ള ഇറക്കം, ആ ഇറക്കം നമ്മൾ അളന്ന് നോക്കുക. അത് 9 ഇഞ്ചാണ്. എന്നിട്ട് ആ ഇറക്കം നമ്മൾ ഫ്രണ്ട് കൈക്കുടിയുടെ അവിടെ ഇങ്ങനെ താഴേക്ക് വെച്ച് നോക്കുക. അപ്പോൾ ആ 9 ഇഞ്ച് ഇവിടെ വരും. അപ്പോൾ ടക്കിൻ്റെ ഷേപ്പ് വന്നിരിക്കുന്നത് ഇവിടെയാണ്. ഇപ്പോൾ നമ്മൾ 9 ഇഞ്ച് മാർക്ക് ചെയ്തേക്കുന്നത് ഇവിടെയാണ്. അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസമാണ് നമ്മൾ നോക്കണം. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 2.25 ഇഞ്ച്. അപ്പോൾ ഈ ബ്ലൗസിൻ്റെ ഫ്രണ്ട് കട്ടിംഗ് പടിയുടെ വീതി എന്ന് പറയുന്നത് 2.25 ഇഞ്ചാണ്. അപ്പോൾ ആ 2.25 ഇഞ്ച് എവിടെയാണ് മാർക്ക് ചെയ്യേണ്ടതെന്ന് ഞാൻ പറയാം. നമ്മൾ ഇത് ടക്കിൻ്റെ അടിവശത്തെ ലൈനാണ്, അഥവാ വേസ്റ്റ് വണ്ണം മാർക്ക് ചെയ്തിരിക്കുന്ന ലൈനാണ്. ഈ വേസ്റ്റ് വണ്ണം മാർക്ക് ചെയ്തിരിക്കുന്ന ലൈനിൽ വേസ്റ്റ് വണ്ണം മാർക്ക് ചെയ്തിരിക്കുന്ന ആ മാർക്കിൻ്റെ അവിടെ വേണം നമ്മൾ 2.25 ഇഞ്ച് കട്ടിംഗ് പടിയുടെ വീതി കൊടുക്കാൻ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വേസ്റ്റ് വണ്ണം മാർക്ക് ചെയ്തിരിക്കുന്ന ആ ലൈനിൽ വേസ്റ്റ് വണ്ണത്തിൻ്റെ മാർക്കിൻ്റെ അവിടെ വേണം കട്ടിംഗ് പടിയുടെ വീതി മാർക്ക് ചെയ്യുക. അപ്പോൾ കട്ടിംഗ് പടിയുടെ വീതി 2.25 ഇഞ്ചാണ്. അതിന് 2 സൈഡിലേക്കും 4 ഇഞ്ച് വീതം തയ്യൽ തുമ്പ് വേണം. അപ്പോൾ അതിന് നമ്മൾ 1/2 ഇഞ്ചും കൂടെ കൂട്ടി 2.25 ഇഞ്ച് മാർക്ക് ചെയ്തു. ആ 2.25 ഇഞ്ചിൽ നമ്മളിങ്ങനെ നേരെ വരച്ചു. അതിനുശേഷം നമ്മൾ ആ വേസ്റ്റ് വണ്ണത്തിൻ്റെ 4/1 മാർക്ക് ചെയ്ത് ആ ലൈൻ നമ്മൾ താഴേക്ക് വരച്ചു. അവിടെ നമ്മൾ 1.25 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തു. ഉണ്ടോ? അപ്പോൾ ഇതാണ് കട്ടിംഗ് പടി. അപ്പോൾ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. കട്ടിംഗ് പടി എങ്ങനെയാണ് മാർക്ക് ചെയ്തതെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇതാണ് കട്ടിംഗ് പടി. അപ്പോൾ ഫ്രണ്ട് സിംഗിൾ ടക്ക് നമ്മൾ മാർക്ക് ചെയ്തു, കട്ടിംഗ് പടി നമ്മൾ മാർക്ക് ചെയ്തു. ഇനി നമുക്ക് കഴുത്ത് മാർക്ക് ചെയ്യണം. അപ്പോൾ കഴുത്ത് മാർക്ക് ചെയ്യുമ്പോൾ ഞാൻ ഇവിടെ ഒരു 4 ഇഞ്ച് മാറ്റി മാർക്ക് ചെയ്തു. അതിൻ്റെ കാര്യം എന്താണെന്ന് ഞാനിത് ടക്ക് മാർക്ക് ചെയ്യുമ്പോൾ പറയാമെന്ന് പറഞ്ഞിരുന്നു. അതിൻ്റെ കാര്യം എന്താണെന്ന് ഞാൻ പറയാം. ഈ ടക്കിൻ്റെ ഈ പോയിന്റിലേക്ക് കണ്ടോ, ഈ ലൈൻ കണ്ടോ, ടക്ക് പോയിന്റ്. ഈ ടക്ക് പോയിന്റിലേക്ക് ഈ കഴുത്തിൻ്റെ ഇവിടെ നിന്ന് നമ്മൾ 4 ഇഞ്ച് ചെരിച്ച് വരയ്ക്കും. മനസ്സിലാകുന്നില്ല? അതായത് ഈ ടക്ക് പോയിന്റിൻ്റെ ഈ പോയിന്റ് ഉണ്ടല്ലോ, ഈ പോയിന്റിലേക്ക് കഴുത്തിൽ നിന്ന് 4 ഇഞ്ച് നമ്മൾ ചെരിച്ച് വരയ്ക്കും. ആ ചെരിച്ച് വരച്ചു കഴിഞ്ഞാൽ ഇവിടെ മുകളിലത്തെ വീതി 2.5 ഇഞ്ചാണ്. അപ്പോൾ ആ വീതി തന്നെ താഴെയും കിട്ടും. ഉണ്ടോ, 2.5 ഇഞ്ച്. അപ്പോൾ ഇപ്പോൾ 2.5 ഇഞ്ച് താഴെയും മുകളിലും 2.5 ഇഞ്ചാണ്. പക്ഷെ ആദ്യം നമ്മൾ തയ്യൽ തുമ്പിൻ്റെ ഇപ്പുറേന്ന് വരച്ചപ്പോൾ 2.25 ഇഞ്ച് വരച്ചു. ആ 4 ഇഞ്ച് എന്തിനാണ് നമ്മൾ കയറ്റി വരച്ചതെന്ന് ചോദിച്ചാൽ, ഈ ടക്ക് പോയിന്റിൽ നിന്ന് നമ്മൾ കഴുത്തിലേക്ക് 4 ഇഞ്ച് ചെരിച്ച് വരച്ചത് കൊണ്ട്, അങ്ങനെ വരയ്ക്കാനുള്ളത് കൊണ്ടാണ് 4 ഇഞ്ച് നമ്മളിവിടെ ഉള്ളിൽ കയറ്റി വരച്ചത്. അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഈ ടക്ക് പോയിന്റിൽ നിന്ന്, ഈ ടക്ക് പോയിന്റിൻ്റെ വരയില്ലേ, ഈ വരയിൽ നിന്ന് നമ്മൾ 4 ഇഞ്ച് താഴേക്കും വരയ്ക്കും. ഉണ്ടോ? അപ്പോൾ ഈ ടക്ക് പോയിന്റിൽ നിന്ന് 4 ഇഞ്ച് നമുക്ക് താഴേക്കും വരയ്ക്കും. ഈ ടക്ക് പോയിന്റിൽ നിന്ന് കഴുത്തിൻ്റെ അങ്ങോട്ട് 4 ഇഞ്ച് വരയ്ക്കും. അങ്ങനെ 2 സ്ഥലത്തേക്ക് നമ്മൾ 4 ഇഞ്ച് വീതം ഷേപ്പ് വരയ്ക്കും. അതിന് ശേഷമാണ് നമ്മളിത് കട്ട് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഈ കഴുത്തിന് 4 ഇഞ്ച് ഞാൻ ഉള്ളിലേക്ക് കയറ്റി വരച്ചതിൻ്റെ കാര്യം എന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇത് ഫ്രണ്ട് കഴുത്താണ്. ഫ്രണ്ട് കഴുത്ത് യു ആണ്. അപ്പോൾ യു ഷേപ്പ് ഞാൻ കൊടുത്തു. ഇത് ഇവിടെ ഷോൾഡറിൻ്റെ ഷേപ്പ് 4 ഇഞ്ച് ഉണ്ടല്ലോ. അപ്പോൾ ആ 4 ഇഞ്ച് ഷോൾഡർ ഷേപ്പും കൊടുത്ത് നമുക്കിത് കട്ട് ചെയ്യാം.
അപ്പോൾ അത്രേ ഉള്ളൂ. ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കുക. അപ്പോൾ അതിന് മറുപടിയായിട്ട് പറയുന്നതാണ്. അപ്പോൾ കഴുത്ത് ഞാൻ ഇങ്ങനെ മുറിച്ചെടുക്കുകയാണ്. അതിന് ശേഷം ഷോൾഡർ അല്പം ചെരുവോടുകൂടി കട്ട് ചെയ്തു. അതിനുശേഷം കൈക്കുഴി കട്ട് ചെയ്യുകയാണ്. എങ്ങനെ ആകെ ഷേപ്പിൽ നമ്മളിങ്ങനെ കൈക്കുഴി കട്ട് ചെയ്തെടുക്കുവാണ്. കൈക്കുഴി കട്ട് ചെയ്തു. അതിനുശേഷം നമ്മൾ ഫ്രണ്ട് പീസ് മുറിച്ചെടുക്കുന്നു. അപ്പോൾ അത് നമ്മൾ ഈ കറക്റ്റ് ലൈനിലൂടെ നമ്മളിങ്ങനെ കട്ട് ചെയ്യുന്നു. ഈ ഷേപ്പിലൂടെ നമ്മളിങ്ങനെ കട്ട് ചെയ്യുന്നു. എന്നിട്ട് നമ്മളിങ്ങനെ 1.25 ഇഞ്ച് തയ്യൽ തുമ്പോടുകൂടി കട്ട് ചെയ്തു. അതിനുശേഷം നമ്മളിവിടെ ഈ തേര് ചുളുക്കുണ്ടാവാതിരിക്കാനായിട്ട് നമ്മൾ തേര് മുറിച്ച് കളയാൻ വേണ്ടിയിട്ട് ഒരു ലൈൻ വരച്ചായിരുന്നു. അത് ഞാൻ ആദ്യം മുറിച്ച് കളഞ്ഞു. അതിനുശേഷം ഈ തയ്യൽ തുമ്പിൻ്റെ അങ്ങോട്ട് ഞാൻ കഴുത്തിൻ്റെ അവിടെ നിന്ന് 1/4 ഇഞ്ച് ഷേപ്പ് കൊടുക്കണമെന്ന് പറഞ്ഞു. അത് മുറിച്ച് കളഞ്ഞു. താഴേക്കും 1/4 ഇഞ്ച് ഷേപ്പ് കൊടുക്കണമെന്ന് പറഞ്ഞു. അത് മുറിച്ച് കളഞ്ഞു. അതിനുശേഷം ടക്ക് നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ ടക്കിൻ്റെ വീതിയാണ് ഞാനിവിടെ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്യണം. ഇത് സിംഗിൾ ടക്കാണ്, സിംഗിൾ ടക്ക് ബ്ലൗസാണ് എന്നുള്ള കാര്യം. അപ്പോൾ അതിനുള്ള വ്യത്യാസങ്ങൾ ഈ കഴുത്ത് വരയ്ക്കുമ്പോഴും ഈ ടക്ക് മാർക്ക് ചെയ്യുമ്പോഴും ഉള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ അതിൻ്റെ പോയിന്റ് ഒന്ന് മാർക്ക് ചെയ്ത് അങ്ങേ സൈഡിൽ ഇങ്ങനെ ഒന്ന് അടയാളപ്പെടുത്താം. അപ്പോൾ ഇതാണ് ടക്ക് പോയിന്റ്. അതിൽ നിന്ന് ഞാൻ താഴത്തെ മാർക്കിലേക്ക് ഇങ്ങനെ ഒന്ന് ചെരിച്ച് വരയ്ക്കുകയാണ്. അപ്പോൾ അങ്ങനെ വരച്ചാലുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞത് നമുക്ക് തയ്ക്കുമ്പോൾ നമുക്ക് വളരെ എളുപ്പമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതിന് ഒരൊറ്റയ്ക്കൊരു ടക്കേ ഉള്ളൂ. അപ്പോൾ ഇത് ഫ്രണ്ട് നമ്മൾ വെട്ടിയെടുത്തു. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കട്ടിങ് പടി ആണ്. കട്ടിങ് പടി നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇനി കട്ടിങ് പടി ഞാൻ വെട്ടിയെടുക്കുകയാണ്. അപ്പോൾ ഇവിടെ ഞാനൊരു ചെറിയ ഷേപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതൊരു 1/4 ഇഞ്ച് കൂട്ടിയാണ് വെട്ടണത് കേട്ടോ. അതിൻ്റെ സെൻറ്ററിൽ ഒരു ചെറിയ ഷേപ്പ് കൊടുക്കാൻ വേണ്ടി 1/4 ഇഞ്ച് കൂട്ടിയാണ് വെട്ടണത്. അപ്പോൾ ഇതാണ് കട്ടിങ് പടി. അപ്പോൾ അതിൻ്റെ തയ്യൽ തുമ്പ് 1.25 ഇഞ്ച് അതിങ്ങനെ കറക്റ്റായിട്ട് വെട്ടിയെടുത്തു. അതിനുശേഷം നമ്മൾ ആ തേരിൻ്റെ ഭാഗം നമ്മൾ ഫ്രണ്ടിന് വെട്ടിക്കളഞ്ഞ പോലെ ഇതിൻ്റെ തേരിൻ്റെ ഭാഗം വെട്ടിക്കളഞ്ഞു. നമുക്ക് തയ്യൽ തുമ്പുണ്ട്. അപ്പോൾ അതിൻ്റെ ആ പോയിന്റ് കുറയ്ക്കാൻ വേണ്ടി ഞാൻ 1/4 ഇഞ്ച് അതിൽ നിന്ന് എടുത്ത് കളയുകയാണ്. അതിന് ഷേപ്പിന് വേണ്ടിയിട്ട് ഞാൻ 1/4 ഇഞ്ച് എടുത്ത് കളയുകയാണ്. 1/4 ഇഞ്ച്. അപ്പോൾ അതുകൊണ്ട് ഇവിടുന്ന് ഞാൻ ആ ഷേപ്പിന് വേണ്ടിയിട്ട് ഒരു 1/4 ഇഞ്ച് താഴെ കൂട്ടി വെട്ടിയല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ ഷേപ്പ് ഞാൻ കൊടുക്കണം. അപ്പോൾ ഇതാണ് കട്ടിങ് പടി എന്ന് പറയുന്നത്. ഇതാണ് കട്ടിങ് പടി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഞാനങ്ങ് മാറ്റി വെച്ചു. അപ്പോൾ ഫ്രണ്ട് ബാക്ക് ഞാൻ മാറ്റി വെച്ചു. ഇനി നമുക്ക് വെട്ടണത് കൈയാണ്, അഥവാ സ്ലീവാണ് വെട്ടാനുള്ളത്. അപ്പോൾ സ്ലീവ് വെട്ടുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. നമ്മളിങ്ങനെ തുണി 4ആയിട്ട് മടക്കി വിടുക. തുണി നമ്മളിങ്ങനെ 4ആയിട്ട് മടക്കി വിടും. അതിനുശേഷം നമ്മളൊരു ലെവൽ ചെയ്ത് ഒന്ന് മുറിക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഒരു വര കൊടുക്കണം. അതിനുശേഷം നമ്മളൊരു 1 ഇഞ്ച് ഉള്ളിലേക്ക് മടക്കി അടിക്കാനായിട്ട്, നോർമൽ ബ്ലൗസ് ആയതുകൊണ്ട് നമ്മൾ ഉള്ളിലേക്ക് മടക്കി അടിക്കുകയാണ്. അതിന് നമ്മൾ 1 ഇഞ്ച് മാർക്ക് ചെയ്തു, അതിൽ വരച്ചു. ഇതിൻ്റെ കയ്യിറക്കം എന്ന് പറയുന്നത് 8 ഇഞ്ചാണ്. ഇതിൻ്റെ സ്ലീവിൻ്റെ ഇറക്കം എന്ന് പറയുന്നത് 8 ഇഞ്ചാണ്. അപ്പോൾ ആ 8 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തു. അതിൻ്റെ മുൻകൈയുടെ വണ്ണം എന്ന് പറയുന്നത്, അതായത് ഫ്രണ്ട് കൈയുടെ ലൂസ് എന്ന് പറയുന്നത് 10 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ പകുതി 5.25 ഇഞ്ച്, പകുതി 5.25 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്തു. ഇനി നമുക്ക് ഈ കൈക്കുഴിയുടെ ഈ ഇറക്കം നമ്മൾ കണ്ടുപിടിക്കണമല്ലോ.
അത് കണ്ടുപിടിക്കാനുള്ള മാർഗം ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇത് മുൻകൈയുടെ ലൂസാണ് 10.5 ഇഞ്ച്, അതിൻ്റെ പകുതി 5.25 ഇഞ്ച്. ഇനി നമുക്ക് കൈയുടെ ഈ മസലിൻ്റെ അവിടുത്തെ വണ്ണം നമുക്കിവിടെ മാർക്ക് ചെയ്യണം. ഈ മസലിൻ്റെ അവിടുത്തെ വണ്ണം ഞാൻ ബോഡിയിൽ നിന്ന് എടുത്തിട്ടുണ്ട്, അത് 12.5 ഇഞ്ചാണ്. അപ്പോൾ 12.5 ഇഞ്ച് ആകുമ്പോൾ ഞാനതിന് 6.25 ഇഞ്ച് മാർക്ക് ചെയ്യും. അതിൻ്റെ പകുതി 6.25 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. അപ്പോൾ ഞാനിവിടെ ബോഡിയിൽ നിന്ന് എടുത്തുകൊണ്ട് അതിൻ്റെ മസിലിൻ്റെ ഇവിടുത്തെ വണ്ണം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് 12.5 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ പകുതി 6.25 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്തു. ഇപ്പോൾ നേരെ പകുതി 6.25 ഇഞ്ച് മാർക്ക് ചെയ്തു. അപ്പോൾ ഈ ലൈനിൽ ഇതാണ് അതിൻ്റെ പകുതി. അപ്പോൾ നമുക്ക് ഇത് നോർമൽ ബ്ലൗസ് ആയതുകൊണ്ട് നമുക്ക് ഇതിന് ഈ മസൽ വണ്ണത്തിൻ്റെ യഥാർത്ഥ അളവിൽ നിന്ന് നമുക്ക് 1/2 ഇഞ്ച് കൂടുതൽ മാർക്ക് ചെയ്യണം. അപ്പോൾ 6.25 6.25. അപ്പോൾ 6.25 ഇഞ്ച്, അതായത് സാധാരണ അളവിൽ നിന്ന്, അതായത് യഥാർത്ഥ അളവിൽ നിന്ന്, ശരീരത്തിൽ നിന്ന് അളവെടുക്കുമ്പോൾ ടൈറ്റ് ആയിട്ടാണ് എടുക്കുന്നത്, ഗ്യാപ്പ് ഇട്ടല്ല എടുക്കണേ. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ലൂസിന് വേണ്ടി 1/2 ഇഞ്ച് കൂട്ടിയിട്ടു. എന്നിട്ട് ഇനി നമ്മൾ ഇങ്ങനെ ചെരിച്ചെടുക്കുന്നത്, ഇങ്ങനെ ചെരിഞ്ഞു വരുന്നത് 16 ഇഞ്ച് കിട്ടണം നമുക്ക്. അപ്പോൾ അതിനുള്ള മാർഗം എന്ന് പറയുന്നത്, നമ്മൾ ഈ ടേപ്പ് ഈ മുകളിൽ പോയിന്റ് ഉണ്ടല്ലോ, ഈ ഇറക്കം മാർക്ക് ചെയ്തേക്കണം ഈ പോയിന്റിൽ നമ്മൾ, അതായത് ഇതിൻ്റെ വണ്ണം 6.25 ഇഞ്ച്, ആ 6.25 ഇഞ്ച് നമ്മളിങ്ങനെ ചെരിച്ച് വെക്കുമ്പോൾ ഈ പോയിന്റിൽ 7.25 ഇഞ്ച് വരണം. അതായത് 1 ഇഞ്ച് വ്യത്യാസം വരണം. മനസ്സിലായി വിചാരിക്കണം. ഈ മസലിൻ്റെ ഇവിടുത്തെ വണ്ണം 6.25 ഇഞ്ച്. ആ ലൈനിൽ നമ്മൾ ടേപ്പ് ഇങ്ങനെ ചെരിച്ച് ഈ ഇറക്കം മാർക്ക് ചെയ്തേക്കണ പോയിന്റിലേക്ക് ഇങ്ങനെ ചെരിച്ച് വയ്ക്കുമ്പോൾ 7.25 ഇഞ്ച് കിട്ടണം. അപ്പോൾ ആ പോയിന്റിൽ നമ്മൾ മാർക്ക് ചെയ്യും. അപ്പോൾ ഇവിടെ 6.25 ടേപ്പ് നമ്മളിങ്ങനെ ചെരിച്ച് വയ്ക്കുമ്പോൾ 7.25 കിട്ടണം. അപ്പോൾ ഇത്രയും കൈക്കുഴി ഇറങ്ങണം എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ഞാനിങ്ങനെ ഒന്ന് നേരെ വരയ്ക്കാം. അപ്പോൾ അതിനുശേഷം ഈ മുൻകൈയിലെ അളവ് മാർക്ക് ചെയ്തേക്കുന്ന ആ ലൈനിലേക്ക് ഞാനിങ്ങനെ ഈ സ്കെയിൽ ഉപയോഗിച്ച് ഇങ്ങനെ വരയ്ക്കുന്നു. അപ്പോൾ ഇതാണ് കൈക്കുഴിയുടെ ഇറക്കം എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ ഷേപ്പ് കൊടുക്കണം. അപ്പോൾ ഷേപ്പ് കൊടുക്കാനുള്ള മാർഗം എന്താണ്? സാധാരണ നമ്മൾ ചെയ്യുന്ന രീതിയിൽ തന്നെ, അതായത് ഈ ഇറക്കത്തിൻ്റെ പകുതി, ഇതിപ്പോൾ 4 ഇഞ്ചുണ്ട്, അതിൻ്റെ പകുതി 2 ഇഞ്ച്. അതിനുശേഷം ഈ മസൽ വണ്ണത്തിൻ്റെ ഇവിടെ നമ്മൾ മാർക്ക് ചെയ്തേക്കണതിൻ്റെ പകുതി, അപ്പോൾ ഇതാ 6.25 ഇഞ്ചാണ്. അപ്പോൾ 3.25 പോയിന്റ്. എന്നിട്ട് ഈ 2 ലൈൻ നമ്മളിങ്ങനെ വരച്ച് അതിന് പോയിന്റ് കണ്ടുപിടിക്കുക. കണ്ടോ, ഇതാണ് കൈക്കുഴിയുടെ പോയിന്റ്. ഇതാണ് കൈക്കുഴിയുടെ ഷേപ്പ് കൊടുക്കേണ്ട പോയിന്റ്. അപ്പോൾ ഈ പോയിന്റിൽ നമ്മൾ സ്കെയിൽ വെച്ചിട്ട് നമ്മൾ കൈക്കുഴിക്ക് ഷേപ്പ് കൊടുക്കണം. ഇതാണ് മാർക്ക്. ആ മാർക്കിലേക്ക് നമ്മൾ ഇങ്ങനെ ഷേപ്പ് കൊടുക്കണം. കണ്ടോ, അതിനുശേഷം സ്കെയിൽ തിരിച്ചു വയ്ക്കുക. ഇങ്ങനെ തിരിച്ചു വച്ചിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഷേപ്പ് കൊടുക്കുക. കണ്ടോ, അപ്പോൾ ഈ മസൽ വണ്ണത്തിൻ്റെ രേഖയുടെ പകുതി, ഈ ഇറക്കത്തിൻ്റെ നടുക്ക് സെൻറ്റർ അതിൻ്റെ പകുതി, അത് രണ്ടും കൂടി ചേർന്ന് വരുന്ന ഈ പോയിന്റ്, ഇവിടെയാണ് കൈയുടെ യഥാർത്ഥത്തിൽ ഷേപ്പ് വരുന്നത്. അതിനുശേഷം നമ്മൾ ഇത് കൈയുടെ ഫ്രണ്ട് കൈക്കുഴിയാണല്ലോ, ഫ്രണ്ട് കൈക്കുഴി. അതിനുശേഷം നമ്മൾ ബാക്കിലേക്ക് നമ്മൾ ഒരു 1/4 ഇഞ്ച് പോയിന്റും നമ്മൾ ഷേപ്പ് കൊടുക്കും. ബാക്കിന് നമ്മൾ ഒരു 1/4 ഇഞ്ച് പോയിന്റ് ഷേപ്പ് കൊടുക്കും. കണ്ടോ, അപ്പോൾ നമ്മളിപ്പോൾ വെട്ടിയെടുക്കുന്നത് ഈ ബാക്കിലെ മാർക്കിലാണ്. ഇവിടെ 1.25 ഇഞ്ച് തയ്യൽ തുമ്പ്, അത് നമ്മൾ സ്കെയിൽ തന്നെ വെച്ച് വരയ്ക്കാം. അപ്പോൾ ഇത് 1.25 ഇഞ്ച് തയ്യൽ തുമ്പ്. അപ്പോൾ ഇത് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇങ്ങനെയാണ് നമ്മൾ കൈ വെട്ടിയെടുക്കുന്നത്. ഇതാണ് സ്ലീവ് കട്ട് ചെയ്യുന്ന രീതി.
ഇവിടെ നമ്മൾ ചെരിച്ചു കൊടുക്കും. കാരണം വെച്ചാൽ ഇങ്ങനെ മടക്കി വരുമ്പോൾ കറക്റ്റായിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അല്പം ചെരിച്ചു കൊടുക്കും, ഇങ്ങനെ മടക്കി. എന്നിട്ട് നമ്മളിങ്ങനെ കട്ട് ചെയ്യും. അപ്പോൾ ഇത് ബാക്കിലെ ലൈനിലൂടെയാണ് ഞാനിപ്പോൾ കട്ട് ചെയ്യുന്നത്. അപ്പം ഇനി ഈ കുഴിച്ച് വരച്ചേക്കുന്നത് അതിൻ്റെ ഫ്രണ്ട് കുഴിച്ച് വെട്ടാനുള്ളതാണ്. ആ ഫ്രണ്ട് ഇപ്പം തന്നെ നമ്മളങ്ങ് കുഴിച്ച് വെട്ടിയേക്കാം. അപ്പോൾ ആ 4 ഇഞ്ച് ഫ്രണ്ട് കുഴിച്ച് വെട്ടാൻ വേണ്ടി നമ്മൾ വരച്ചേക്കുന്ന വരയിലൂടെ നമ്മളിങ്ങനെ ആ 4 ഇഞ്ച് എടുത്ത് കളയണം. കണ്ടോ? അപ്പോൾ ഇത് ഫ്രണ്ട് കുഴിച്ച് വെട്ടി. അപ്പോൾ അത് ഫ്രണ്ടാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറിയൊരു മാർക്ക് കൊടുക്കണം. സെൻറ്ററിന് നമ്മളൊരു മാർക്ക് കൊടുക്കണം. ഇതാണ് കൈയുടെ സെൻറ്റർ. അപ്പോൾ ഇത് കൈയുടെ വണ്ണമാണ്, മടക്കേണ്ട അടയാളമാണ് ഇതിപ്പോൾ കൊടുക്കണത്. ഇവിടെയാണ് നമ്മൾ കൈ മടക്കണത്. അപ്പോൾ ഇതാണ് കൈയുടെ മടക്കാനുള്ള തുമ്പ്. അപ്പോൾ ഇത് വണ്ണത്തിനുള്ളതാണ് ആ ലൈൻ. അപ്പോൾ അത് നമ്മൾ കൈക്കുഴിയുടെ അളവ് നമ്മളിവിടെ പോയിന്റ് നമ്മളിവിടെ മാർക്ക് ചെയ്യും. ഇതാണ് കൈക്കുഴിയുടെ പോയിന്റ്. അപ്പോൾ ഇങ്ങനെയാണ് കൈ വെട്ടിയെടുക്കുന്നത്. അപ്പോൾ ഇത് വേണ്ടത്, കൈക്കുഴിയുടെ ലൂസ് വേണ്ടത് 16 ഇഞ്ചാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇത് 16 ഇഞ്ച് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. അതുകൊണ്ടോ, ഇത് കൃത്യം 16 ഇഞ്ചുണ്ട്. അപ്പോൾ ഇതെല്ലാം മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ ഇത് തയ്ക്കുന്ന വീഡിയോ ഞാൻ പിന്നീട് ഇടുന്നതായിരിക്കും. അപ്പോൾ ഇപ്പോൾ ഞാൻ കട്ട് ചെയ്യുന്ന വീഡിയോ കാണിച്ചു. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. മനസ്സിലാകാത്ത എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ എന്നെ അറിയിക്കുക. ഞാൻ അവസരം പോലെ അതിന് മറുപടി നൽകുന്നതാണ്. അപ്പോൾ സിംഗിൾ ടക്ക് നോർമൽ ബ്ലൗസ് എങ്ങനെയാണ് കട്ട് ചെയ്ത് തയ്ക്കുന്നതെന്നാണ് ഞാൻ കാണിച്ചു തന്നത്. അപ്പോൾ ഇതതിൻ്റെ ബാക്ക് പീസാണ്, ഇതതിൻ്റെ ഫ്രണ്ട് പീസാണ്, ഇതതിൻ്റെ കട്ടിങ് പടിയാണ്, ഇതതിൻ്റെ കൈയാണ്. അപ്പോൾ ഇത്ര ഭാഗങ്ങൾ നമ്മൾ കട്ട് ചെയ്തെടുത്തു. അപ്പോൾ അത് തയ്ക്കുന്നത് ഞാൻ പിന്നീട് നിങ്ങളെ കാണിച്ചു തരുന്നതാണ്. അപ്പോൾ വീഡിയോ ശ്രദ്ധിച്ച എല്ലാവർക്കും ഞാൻ ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം എന്നുള്ള പ്രത്യാശയോടെ ഞാൻ അവസാനിപ്പിക്കുകയാണ്.